ഗുരുവായൂർ പോവുക കണ്ണനെ കാണാൻ. ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണേ. അപ്പേ ഞാൻ സ്ഥിരമായിട്ട് തുളസി നുള്ളുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ആ തുളസി നുള്ളുന്ന പറമ്പാണ് ദേ ഈ കാണുന്നത്. അപ്പോൾ ഒരു ചേച്ചി എനിക്കിട്ട ഒരു പാട്ടും കൂടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കേൾപ്പിച്ച് തരാവേ. പോയി പറമ്പിൻ്റെ ഉടമസ്ഥൻ അത് വെട്ടിക്കളഞ്ഞു. ഒത്തില്ല ശിവനേ ഭയങ്കര ഭക്തിക്കാരിയ. കേട്ടോ, നല്ല പാട്ടാണ്. KS ചിത്ര ബാക്കിലേക്കും. അപ്പം അവർ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർ ആ പറമ്പ് കൊത്തി റെഡിയാക്കി. ആ തുളസി കൊടുക്കാതെ പോവാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാ ബാ പോരി, തുളസിയല്ലേ, ഷാരി ഇല്ലെങ്കിൽ മേരി. ഇനി ഇവര് വെട്ടി തറച്ചാളുമ്പം അടുത്ത പാട്ട് പാടിയാൽ മതി കേട്ടോ. അതുവരെ ഇത് അവിടെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് നല്ല നാടൻ തുളസിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണ തുളസിയാട്ടോ. മാറ്റണ്ടേ. ഹൈ റേഞ്ചിലേക്കേ പോയുള്ളൂ, ലോ റേഞ്ചിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വലിയ മരമായിട്ട് തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ നുള്ളാനും ഉണ്ട്. പക്ഷെ സമയം എനിക്കില്ല. മോനത് പിടി. 2 കൈയും കൂട്ടി വേണം തുളസി നുള്ളാൻ എന്ന് കേട്ടു. അതുകൊണ്ട് 2 കൈയും കൂടി കൂട്ടിയിട്ട് തന്നെ അത് തുളസി നുള്ളുന്നത്. ഇത്ര തുളസിയെ ഞാൻ നുള്ളിയിട്ടുള്ളൂ, വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് സമയമില്ല. പിന്നെ തുളസിയുടെ കാര്യം എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കുറച്ചേ നുള്ളിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്നലെ 3:30 എങ്ങാണ്ടായിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഉറക്കം വന്നതേ ഇല്ല. പിന്നെ മെഡിസിൻ എടുത്ത അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ തുളസിൻ്റെ കാര്യം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, കണ്ണ് വിചാരിക്കണം നമ്മളെ തളർത്തണം എന്നുള്ളത്. വേറൊരാൾ വിചാരിച്ചിട്ടും കാര്യമല്ല, ഒരുത്തം വിചാരിച്ചിട്ടും കാര്യമല്ല. കണ്ണനാണോ മാൻ പവർ എന്ന് പറയുന്നത്. അങ്ങനെ എന്നത്തെ പോലെയും കാത്തിരിപ്പിന് വിരാമമിട്ട് ഗുരുവായൂർ വണ്ടി വന്നു കേട്ടോ. ഇന്നും എന്നത്തെ പോലെയും സീറ്റില്ലായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഡ്രൈവർമാർ മടിയിലൊരു എന്തെങ്കിലും തോർത്ത് വിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെ അവനൊരു തോർത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ബോണറ്റിൻ്റെ മുകളിൽ വിരിച്ച് തന്നു, അതുമേലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ബോണറ്റിൻ്റെ മുകളിൽ നന്നായിട്ട് ചളിയായിരുന്നേ. അങ്ങനെ ഇരുന്ന് കോഴിക്കോടേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. ഒരു പോപ്കോൺ വേണ്ടിച്ച് കഴിച്ചതാണ്. പൊതുവേ അങ്ങനെയാണ്, ഗുരുവായൂരേക്ക് പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാറില്ല. കണ്ണനെ കണ്ട് ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ 3 മണിക്കൂർ യാത്രക്കൊടുവിൽ ഗുരുവായൂരെത്തിയിട്ടോ ഞാൻ. ഗുരുവായൂർ കണ്ണനെ തൊഴുതതിന് ശേഷം നേരെ ഞാൻ മഞ്ജുളാലിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മഞ്ജുളാലിൻ്റെ അടുത്ത് പോകുന്ന സമയത്താട്ടോ ആദ്യമായിട്ട് മഞ്ജുളാൽ ഇത്ര അടുത്ത് നിന്ന് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ കരുതി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചു. അതിനൊന്നുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. പിന്നീട് മഞ്ജുളാലിൻ്റെ അടുത്ത് പോയി മഞ്ജുളനോട് എൻ്റെ പരാതികളൊക്കെ പറയുകയാണ്. എന്തിനാണ് ഗുരുവായൂരപ്പൻ എന്നെ കുരുക്ക് കൊണ്ടച്ച് പെടുത്തിയത് എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കണേ മഞ്ജുളാലെ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ മഞ്ജുളാലിൻ്റെ അടുത്ത് പോയത്. അപ്പം മനസ്സറിഞ്ഞ് മഞ്ജുളാലിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചതിനോട് കൂടെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് പോന്നു കേട്ടോ. എല്ലാ തവണയും ഗുരുവായൂർ പോകുമ്പോൾ മനസ്സ് മാത്രമേ വേദനിക്കാറുള്ളായിരുന്നു. ഇത്തവണ ഒരു മുറിവും കൊണ്ടായിരുന്നു പോയത്. കണ്ണനെ അത് കാണിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കണ്ണൻ കാരണമാണ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. എന്തിനാണ് എന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം കണ്ണനല്ലേ തരേണ്ടത്, മറ്റാർക്കും തരാൻ പറ്റില്ല. തരുമെന്നുള്ള വിശ്വാസത്തോടെ ആ ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുക ഞാൻ. പിന്നെ നേരെ ഹോട്ടലിൽ കയറി ഒരു ഫ്രൈഡ് റൈസും കഴിച്ച് പിന്നെ ബസ്സെടുത്തു നേരെ വീട്ടിലോട്ട് പോന്നു. ഇതാണ് ഗുരുവായൂർ വിശേഷങ്ങൾ കേട്ടോ.